ഹലോ, ട്രാവൽ ആൻഡ് ടേസ്റ്റി പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ദീപാവലിയാണ്, ദീപാവലി ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഞങ്ങളിവിടെ ചെറിയ രംഗോലിയൊക്കെ ഇട്ടു. അപ്പോൾ വിളക്ക് എത്തിക്കേണ്ട ധൃതിയിലാണ്. പിള്ളേരൊക്കെ താഴെ ഭയങ്കര കളിയും ബഹളമൊക്കെയാണ്. കണ്ണനപ്പുറത്ത് വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂന്നേ, ആൾക്കാരവിടെ ധൃതി പോയിട്ട് വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലേറ്റായി, എനിക്ക് പുറത്ത് പോകണമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് രംഗോലി ഇടുന്നത്. ദീപാവലി ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഫസ്റ്റ് ടൈമാണ് രംഗോലി ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് നേരെ താഴത്തേക്ക് പോയി. താഴെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈൻ ലാൻഡിന് കത്തിക്കാൻ തുടങ്ങി. അത് കത്തിച്ച് പാളിപ്പോയി. അപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്നൊക്കെ പിള്ളേർ വന്നു കേട്ടോ. കത്തിച്ച് പൊങ്ങണില്ലായിരുന്നു. പിന്നെ പൊക്കി വിട്ട് താഴത്തേക്ക് പിന്നെ അത് പൊക്കി വിട്ടപ്പോൾ നേരെ ബിനീഷാൻ്റെ ബാൽക്കണി ചെന്ന് ചാടി. തൊട്ടപ്പുറത്ത് നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അവർ നമ്മളെ വിളിച്ച് നമ്മളങ്ങോട്ട് ചെന്നു. അധിക നേരം ഞാൻ അവിടെ നിന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. ഇനി നേരെ ശ്രുതിയുടെ അടുത്തേക്കാണ്. പോണ വഴി നമുക്ക് 1-2 സാധനങ്ങളും കൂടെ വാങ്ങാണ്ടായിരുന്നു. അപ്പം കണ്ട കാഴ്ചയാണ്. എന്ത് രസമാണല്ലോ, ഫുള്ള് ലൈറ്റ് ഇട്ടേക്കുവാണ്. ശ്രുതിയുടെ അടുത്തേക്ക് എത്താറായി. ഇന്നത്തെ പരിപാടി ഫുള്ള് ഓടിയാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അശ്വിനി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്ന് ജ്യൂസ് കുടിച്ച് താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് പോയപ്പോഴാണ് ഈ ചേട്ടൻ പൊടിക്കുന്ന സാധനം കണ്ടത്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. പുതിയൊരു സാധനം കണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പൊട്ടിക്കാൻ തോന്നില്ല. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ മാത്രം ചെയ്തില്ല. അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് റോക്കറ്റ് ഇട്ടു. റോക്കറ്റ് നേരെ ചെന്ന് വീണത് അപ്പുറത്തെ യൂണിറ്റിലായിരുന്നു കേട്ടോ. അശ്വിനി ചേച്ചി പിന്നെ ഇങ്ങോട്ട് താ, ഞാൻ പൊട്ടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു.
ഇത് കണ്ടോ, ഇങ്ങനെ ടൈൽ മരുന്ന് നിറയ്ക്കണേ, എന്നിട്ട് 2 തട്ട് നിലത്തിട്ടിട്ട് എന്നിട്ട് പട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടിക്കും. ദേവസേനെ 4 വിരലുകൾ മുന്നോട്ട്, പൊട്ടിക്ക്. പിന്നെ ശ്രുതിക്കും പൊട്ടിക്കണം പറഞ്ഞിട്ട് ശ്രുതിയും പോയി പൊട്ടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ മുകളിൽ പോയി പടക്കം പൊട്ടിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോയി. അതാ മിക്കു മിക്കു ചേട്ടാ മിക്കു അയ്യോ അതാ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി 2 മണിയായപ്പോൾ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ദേ ഒരാൾ പാത്രം കൊണ്ട് പോകണുണ്ടോ. അവരെല്ലാവരും കൂടെ ചന്നും പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഗുണ്ട് പൊട്ടിക്കാൻ തുടങ്ങി. ഫുള്ള് എൻ്റെ അമ്മയായിരുന്നു പടക്കം പൊട്ടിക്കാൻ ഇട്ടട്ടെ. എനിക്ക് പടക്കം പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ്. അങ്ങനെ 2:30 മണിയോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഹാപ്പി ദിവാലി.